ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എജുമേറ്റിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 1ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 1ാമത്തെ യൂണിറ്റായ തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്ന പാഠമാണ്. ഇതിനു മുമ്പ് നമ്മൾ തിത്തിരിക്കിളിയും ചങ്ങാതിമാരും എന്ന പാഠത്തിലെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകാവുന്നതാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അവിടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് കൂട്ടുകാരെ പാഠത്തിന്റെ പേര്? തിത്തിരിക്കിളിയും ചങ്ങാതിമാരും അല്ലേ? അവിടെ നോക്കൂ, ഒത്തിരി പേരെ കാണുന്നുണ്ടല്ലേ. കോഴികളുണ്ട്, താറാവുകളുണ്ട്, പട്ടിക്കുട്ടിയുണ്ട്, പൂച്ചക്കുട്ടിയുണ്ട്, പിന്നെയോ പശു ഉണ്ട്, പിന്നെ 2 കുട്ടികളുണ്ട്, കിളികളുണ്ട് അല്ലേ? ഒത്തിരി പേരുണ്ട് അല്ലേ? അവരെല്ലാം തിത്തിരിക്കിളിയുടെ ചങ്ങാതിമാരാവും. ഓക്കെ, നോക്കൂ, കാക്കയമ്മ എന്താ പറയുന്നേ? ഹലോ, കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ. കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് നമുക്ക് പാഠഭാഗം പഠിക്കാൻ തുടങ്ങാം. ഓക്കെ, കാ കാ കാ. പുറത്ത് കാക്കകളുടെ ബഹളം. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ്. എന്താ മക്കളെ പറയുന്നത്? കാ 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 എന്ന കാക്കകളുടെ ബഹളം കേട്ടാണ് ഇമയും അമലും വീടിന് പുറത്തിറങ്ങി നോക്കിയത്. ആരൊക്കെ? ഇമയും അമലും അല്ലേ? എന്താണ് അവര് കണ്ടത്? മരപ്പൊത്തിൽ പേടിച്ചിരുന്ന് കരയുന്ന കിളിക്കുഞ്ഞിനെയാണല്ലേ കാണുന്നത്. ആരെ പേടിച്ചിരുന്ന് കരയുന്നത്? കിളിക്കുഞ്ഞ്. ആരെയാണ് പേടിക്കുന്നത്? കാക്കകളെയാണ് പേടിക്കുന്നത് അല്ലേ? ഇതാരാണ് കണ്ടത് മക്കളെ? ഇമയും അമലും. നോക്കൂ മക്കളെ, കിളിക്കുഞ്ഞിനെ കണ്ട് ഇമയും അമലും എന്താ പരസ്പരം സംസാരിക്കുന്നേ? അതാ മരപ്പൊത്തിൽ ഒരു കിളി. അമല് പറയുന്നത് എന്താ? മരപ്പൊത്തിൽ ഒരു കിളിയുണ്ട് എന്നല്ലേ? അപ്പോൾ ഇമ എന്താ പറഞ്ഞേ? നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്ത് എത്തിക്കാം. കിളിക്കുഞ്ഞ് ഒറ്റയ്ക്കിരുന്നാണ് കരയുന്നത്. ആ പൊത്തിൽ അമ്മക്കിളിയില്ല. അപ്പോൾ ഇമ എന്താ പറഞ്ഞേ? നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്ത് എത്തിക്കാം എന്ന് അല്ലേ? അങ്ങനെ കിളിക്കുഞ്ഞെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരാണ് ഇമയും അമലും അല്ലേ? അമൽ എന്താ പറയുന്നത് നോക്കൂ. കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം. അതെ, ശരിയാ. ഇമയും മറുപടി പറഞ്ഞു അല്ലേ? ഇവൾക്കൊരു പേര് വേണ്ടേ? അതാരാ ചോദിക്കുന്നേ? അമലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇമ എന്താ മറുപടി പറഞ്ഞേ? തിത്തിരി എന്ന് വിളിക്കാം. അവളാണ് കേട്ടോ നമ്മുടെ തിത്തിരി. തിത്തിരിക്കിളിയും ചങ്ങാതിമാരും അല്ലേ? കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി പമ്മി എത്തി. ആരാണ് കിളിക്കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി വരുന്നത്? ലാലിപ്പൂച്ചയാണല്ലേ. ലാലിപ്പൂച്ച തിത്തിരിക്കിളിയെ പിടിക്കോ കൂട്ടുകാരെ? വരൂ നമുക്ക് നോക്കാം. പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി. അമലും ഇമയും ലാലിപ്പൂച്ച വരുന്നത് കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ എന്താ ചെയ്തേ അവർ ഓടിക്കാൻ വേണ്ടി? അമൽ വടിയുമായി എത്തിയിട്ട് പോ പൂച്ചേ എന്ന് പറഞ്ഞു അല്ലേ? അയ്യോ, തിത്തിരിയെ കാണുന്നില്ലല്ലോ. അതാരാ പറഞ്ഞേ? ഇമയാണ് പറഞ്ഞതല്ലേ? തിത്തിരി എങ്ങോട്ട് പോയി മക്കളെ? അവർ തിത്തിരിയെ തേടി നടന്നു. തിത്തിരി എങ്ങോട്ടാ പോയത് മക്കളെ? നോക്കൂ, അമൽ സ്റ്റൂളൊക്കെ വെച്ച് അലമാരയുടെ മുകളിലൊക്കെ നോക്കുന്നുണ്ടല്ലേ? അലമാരയുടെ മുകളിൽ ഇല്ല. അയ്യോ, അലമാരയുടെ മുകളിൽ ഇല്ലല്ലോ തിത്തിരി. പിന്നെ എവിടെ? ഇമ എവിടെ നോക്കുന്നേ? കട്ടിലിന് താഴെയും ഇല്ല. അയ്യോ, എവിടെ പോയി തിത്തിരിക്കിളി? അലമാരയുടെ മുകളിലുമില്ല, കട്ടിലിന് താഴെയുമില്ല. പിന്നെ എവിടെയാണുള്ളത്? സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല. അമൽ എവിടെയാ നോക്കിയത്? സോഫയുടെ മുന്നിൽ തിത്തിരിക്കിളി ഉണ്ടോ? ഇല്ല അല്ലേ? അതുപോലെ തന്നെ സോഫയുടെ പിന്നിലും നോക്കി. സോഫയുടെ മുന്നിലും സോഫയുടെ പിന്നിലും തിത്തിരി ഇല്ല. പിന്നെ എവിടെ ഉണ്ടാകും? പുറത്ത് എവിടെയും കാണുന്നില്ല. പുറത്തും എവിടെയും കാണുന്നില്ല. നോക്കൂ, അമലും എമയും കൂടി എന്താ സംസാരിക്കുന്നേ? കളിവീടിന്റെ അകത്ത് നോക്കൂ. അപ്പോൾ അമൽ എന്താ പറഞ്ഞേ? കിട്ടിപ്പോയി, വീടിന്റെ അകത്തുണ്ട്. എവിടെയാണ് നമ്മുടെ കുഞ്ഞിക്കിളി ഒളിച്ചിരിക്കുന്നത്? കളിവീടിന്റെ അകത്താണല്ലേ? എനിക്ക് അമ്മയെ കാണണം. ആരാ പറയുന്നേ? തിത്തിരിക്കിളിയാണ് പറയുന്നത് എനിക്ക് അമ്മയെ കാണണമെന്ന്. പേടിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ഇമ കുഞ്ഞിക്കിളിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പേടിക്കൊന്നും വേണ്ട, നമുക്ക് അമ്മയെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഇമയും അമലും തിത്തിരിക്കിളിയും കൂടി അമ്മയെ അന്വേഷിച്ച് നടക്കുകയാണ്. നോക്കൂ, തിത്തിരി പൂച്ചയോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നേ? നിങ്ങൾ എന്റെ അമ്മയാണോ? അയ്യോ,
പാവമല്ലേ. തിത്തിരിക്കിളി ആരോടാ ചോദിക്കുന്നത്? പൂച്ചയോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്റെ അമ്മയാണോ എന്ന്. അപ്പോൾ പൂച്ച എന്താ മറുപടി പറയുന്നേ? എനിക്ക് 2 മക്കൾ, നിന്നെ പോലെ അല്ലല്ലോ. എനിക്ക് 2 മക്കളുണ്ട്, പക്ഷെ അവര് 2 പേരും തിത്തിരിക്കിളിയെ പോലെ അല്ല, അല്ലേ? ഇനി ആരോടായിരിക്കും അന്വേഷിച്ചിരിക്കുക? അവർ പശുവിന്റെ അടുത്തെത്തി. ഇനി അടുത്തതായി ചോദിക്കാനുള്ളത് പശുവിനോടാണ്. തിത്തിരി എന്താ ചോദിക്കുന്നേ? നിങ്ങളാണോ എന്റെ അമ്മ? നിങ്ങളാണോ എന്റെ അമ്മ എന്നാണ് പശുവിനോട് ചോദിക്കുന്നത്. എന്താ പശു അമ്മ മറുപടി പറഞ്ഞേ? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. എനിക്ക് ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ. അത് പശുവിന്റെ അടുത്ത് തന്നെ ഉണ്ട്, അല്ലേ? ഇനി നോക്കൂ, വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളും. പട്ടിയും കുഞ്ഞുങ്ങളും ഉണ്ട് വഴിയിൽ. അവരോടും ചോദിക്കുന്നുണ്ടാവും അല്ലേ തിത്തിരി, നിങ്ങൾ എന്റെ അമ്മയാണോ? തിത്തിരിക്കിളി പട്ടിയോടും നിങ്ങൾ എന്റെ അമ്മയാണോ എന്നാ ചോദിക്കുന്നത്. പട്ടിക്കുട്ടി എന്താ പറയുന്നേ? എനിക്ക് 5 മക്കൾ. നോക്കൂ, നിന്നെ പോലെയാണോ? എനിക്ക് 5 മക്കളുണ്ട്, പക്ഷെ നിന്നെ പോലെയാണോ അവര് എന്നാണ് പട്ടിക്കുട്ടിയും തിത്തിരിയോട് ചോദിക്കുന്നത്. ഇനി ആരുടെയൊക്കെ തിത്തിരി ചോദിക്കും? അവർ കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു. വേറെ ആരെയാ കണ്ടത്? കോഴിയമ്മയുടെ കുടുംബത്തെയാണല്ലേ കണ്ടത്. മക്കൾ അവിടെ കണ്ടില്ലേ കോഴിയമ്മയും കുട്ടികളും നിൽക്കുന്നത്? നോക്കൂ, ഇത് നിന്റെ കുഞ്ഞാണോ എന്ന് ആരാ ചോദിക്കുന്നത്? ഇമയാണ് കോഴിയമ്മയോട് ചോദിക്കുന്നത്. ഇത് നിന്റെ കുഞ്ഞാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ മറുപടി പറയുന്നേ? എനിക്ക് 4 പേര്, എനിക്ക് 4 കുട്ടികളാണ് ഉള്ളത്. ഈ കുഞ്ഞിനെ പോലെ അല്ല എന്റെ മക്കൾ. തിത്തിരിക്കിളിയെ പോലെ അല്ല കോഴിയമ്മയുടെയും മക്കൾ. ഇനി ആരോടാ ചോദിക്കുക? അവർ കാക്കക്കൂടിനടുത്തെത്തി. ഇനി ആരോടാ ചോദിക്കുന്നത്? കാക്കയോടാണ്. അവർ കാക്കക്കൂടിനടുത്തെത്തി. ഈ കുഞ്ഞ് നിന്റെയാണോ? ഇമയാണ് ചോദിക്കുന്നത്. എന്റെ 3 കുട്ടികൾ വിരിഞ്ഞിട്ടില്ല. അയ്യോ, കാക്ക എന്താ മറുപടി പറഞ്ഞത്? എനിക്ക് 3 കുട്ടികളുണ്ട്, പക്ഷെ അവയൊന്നും വിരിഞ്ഞിട്ടില്ല, മുട്ടയാണ്, അല്ലേ? അപ്പോൾ തിത്തിരിക്കിളി കാക്കയുടെയും കുഞ്ഞല്ല, പിന്നെ ആരുടെ കുഞ്ഞാണ്? നമുക്ക് നോക്കാം. ഇനി നമുക്ക് കൂട്ടുകാരെ, നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? മക്കൾ അവിടെ ഒരു ചിത്രം കണ്ടില്ലേ? അതിൽ ആരൊക്കെയുണ്ട്? നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തേത് അവിടെ ആരാ? പശു ആണല്ലേ. പശുക്കുട്ടിയുണ്ട്. പിന്നെ നോക്കൂ, പിന്നെ ആരെ മക്കള് കാണുന്നത്? താറാവ് കുട്ടികളുണ്ടല്ലേ. പിന്നെ നോക്കൂ, പട്ടിക്കുട്ടികളുണ്ട്, പൂച്ചക്കുട്ടികളുണ്ട്, കാക്കക്കുട്ടികളും ഉണ്ട്, അല്ലേ? ഇനി എന്താ ചോദിച്ചേ? ഓരോന്നും എണ്ണി എഴുതൂ. ഓരോന്നും നമ്മളോട് എണ്ണി എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര പശുക്കുട്ടി ഉണ്ട് അവിടെ? 1, അല്ലേ? ആകെ ഒരു പശുക്കുട്ടിയേ ഉള്ളൂ. ഇനിയോ താറാവ് കുട്ടികൾ എത്ര എണ്ണമുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. 1, 2, 3, 4. 4 താറാവ് കുട്ടികൾ ഉണ്ടല്ലേ. ഇനി അടുത്തതാരാ? പട്ടിക്കുട്ടികളാണല്ലേ. എത്ര പട്ടിക്കുട്ടികളുണ്ട്? 1, 2, 3, 4, 5. 5 പട്ടിക്കുട്ടികൾ ഉണ്ടല്ലേ. ഇനി ആരാ മക്കളെ? അവിടെ നോക്കൂ, ഭംഗിയുള്ള പൂച്ചക്കുട്ടികൾ ഉണ്ടല്ലേ. എത്ര പൂച്ചക്കുട്ടികളുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2. 2 പൂച്ചക്കുട്ടികൾ ഉണ്ടല്ലേ. ഇനി ആരാ? കാക്കക്കുട്ടികളാണല്ലേ. എത്ര കാക്കക്കുട്ടികൾ ഉണ്ടെന്ന് എണ്ണി നോക്കിയാലോ. 1, 2, 3. 3 കാക്കക്കുട്ടികളും ഉണ്ട്. ഇനി മക്കൾ അവിടെ എന്താ കാണുന്നേ? 2 വ്യത്യസ്ത നിറത്തിലുള്ള കള്ളികൾ ഉണ്ടല്ലേ. ഒന്ന് ചുവന്ന നിറത്തിലുള്ളതും മറ്റൊന്ന് നീല നിറത്തിലുള്ളതും, അല്ലേ? ചുവന്ന നിറത്തിലുള്ള കള്ളികൾ നോക്കൂ മക്കളെ. 1, 2, 3, 4, 5 എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ. അതുപോലെ നമ്മളോട് നീല നിറത്തിലുള്ള കള്ളികളിലും എഴുതുവാനാണ് പറയുന്നത്. മക്കൾ അവിടെ ചുവന്ന കള്ളിയിൽ 1 എന്ന് എഴുതിയത് കണ്ടില്ലേ? അതിന് താഴെയുള്ള കള്ളിയിലും അതുപോലെ 1 എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. അതുപോലെ മക്കൾ ബാക്കിയുള്ള എല്ലാ നീല കള്ളികളിലും 2, 3, 4, 5 എന്നിങ്ങനെ എഴുതി കൊടുക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. തിത്തിരിക്കിളിയുടെ അമ്മയെ കണ്ടുപിടിക്കോ ഇല്ലേ എന്നൊക്കെ നമുക്കിനി വരും ക്ലാസ്സുകളിൽ അറിയാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്